വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള പുതുവർഷം എന്ന് പറഞ്ഞ കവിതയാണ് പഠിക്കുന്നത്. ഇത് വിജയലക്ഷ്മി ടീച്ചർ എഴുതിയ ഒരു കവിതയാണ്. ഓണത്തെക്കുറിച്ചും തുമ്പപ്പൂവിനെ കുറിച്ചും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം തന്നെ പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ള ഒരു കവിതയാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് കിടക്കാം. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എക്സാം പോയിന്റിന്റെ ഗൈഡ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടന്നാലോ? എഴുതിയിരിക്കുന്നത് വിജയലക്ഷ്മി ടീച്ചറാണ്. കവിതയുടെ പേര് പുതുവർഷം. മലയാളത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു കവയിത്രിയാണ് വിജയലക്ഷ്മി. ബാലാമണിയമ്മയ്ക്കും കടത്തനാട്ട് മാധവിയമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം മലയാളത്തിൽ മുഴങ്ങിക്കേട്ട വേറിട്ടൊരു ശബ്ദമായിരുന്നു അവരുടേത്. 1992 വിജയലക്ഷ്മി തന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. മൃഗശിക്ഷകൻ എന്നായിരുന്നു അതിന്റെ പേര്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ആ കൃതിക്ക് ലഭിച്ചിരുന്നു. നടനും കവിയുമായിട്ടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇവരുടെ ഭർത്താവാണ്. മൃഗശിക്ഷകൻ കൂടാതെ തച്ചന്റെ മകൾ, അന്ധകന്യക, ഒറ്റമണൽത്തരി, ഹിമസമാധി, അന്ത്യപ്രലോഭനം തുടങ്ങിയവ വിജയലക്ഷ്മിയുടെ പ്രശസ്തമായിട്ടുള്ള കവിതകളാണ്. മലയാളത്തിൽ ഓണത്തെക്കുറിച്ച് അധികം കവിതകൾ രചിച്ചിട്ടില്ല. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് തിരുവോണവും ഓണത്തിനൊരു പാട്ടും. ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് വിജയലക്ഷ്മി ടീച്ചർ തന്നെയാണ്. അവരുടെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ഓണവും തുമ്പയും അമ്മയും എല്ലാം തന്നെ കഥാപാത്രവും സവിശേഷ പ്രാധാന്യം അറിയിക്കുന്ന രീതിയിൽ വരുന്ന ഒരു കവിതയാണ് പുതുവർഷം എന്ന് പറഞ്ഞ ഈ കവിത. ഭൂതകാലത്തിന്റെ വിശുദ്ധ സ്മരണകളും നേടാനുള്ള നല്ല കാലത്തിന്റെ സ്വപ്നങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ കവിതയിൽ കാണാനായി കഴിയും. നാഗരികത ജീവിതത്തോടുള്ള വല്ലാത്തൊരു ദേഷ്യവും അതുപോലെ അസംതൃപ്തിയും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഒപ്പം നഷ്ട സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു വേദനയും ഈ കവിതയിൽ നമുക്ക് ദർശിക്കാം. നിരവധി വൈരുദ്ധ്യങ്ങളുള്ള അല്ലെങ്കിൽ നിരവധി വൈരുദ്ധ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് പുതുവർഷം എന്ന് പറഞ്ഞ ഈ കവിത. നന്മ, തിന്മ, ഗ്രാമം, നഗരം, യൗവനം, ബാല്യം, ആനന്ദം, ആകുലത, ഓർമ്മ, അതുപോലെ തന്നെ വർത്തമാനകാലം, ഇങ്ങനെയുള്ള പല വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഈ കവിതയിൽ ദൃശ്യമായിട്ട് കഴിയുന്നു. ഇതൊരു ഓണക്കവിത എന്നല്ല, ശരിക്കും ഒരു അമ്മ കവിത തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അത് പാഠഭാഗം ഈ കവിത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. പോയ കാലത്തിന്റെ ഓർമ്മകളും അവയെക്കുറിച്ചുള്ള നഷ്ടബോധവും പുതിയ വർഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കുവെക്കുന്ന ഒരു കവിതയാണ് പുതുവർഷം എന്ന് പറഞ്ഞ ഈ ഒരു കവിത. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നര പോയ കാലം, മാവേലി നാടു വാണിടും കാലം, പാടിപ്പൂ നുള്ളിപ്പോയ പൊന്നോണക്കാലം, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടിയെണ്ണി കേറും നേരം, കൂപ്പുക കുഞ്ഞു കയ്യെങ്കിൽ കരിവള, കാപ്പാകുമെന്നമ്മ ചൊന്നകാലം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയിലാണ് എഴുത്തുകാരി കവിത ആരംഭിക്കുന്നത്. മാവേലിയെ കുറിച്ചുള്ള പാട്ടുപാടി പൂന്നുള്ളി നടന്നിരുന്ന പൊന്നോണക്കാലവും അവരുടെ ഓർമ്മയിൽ വരികയാണ്. അപ്പൊ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് എന്താണ്? ബാല്യകാല സ്മരണകളാണ് പറയുന്നത്. അടുത്ത വരിയിലേക്ക് നോക്കിയേ. ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടിയെണ്ണി കേറും നേരം, കൂപ്പുക കുഞ്ഞു കയ്യെങ്കിൽ കരിവള, കാപ്പാകുമെന്നമ്മ ചൊന്നകാലം. ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് തിരുവോണത്തെ പറ്റി, ഓണത്തിനെ പറ്റിയും അതുപോലെ തന്നെ അമ്മയുടെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം തന്നെ ഇവിടെ വിശദീകരിക്കുകയാണ്. എഴുത്തുകാരി തന്റെ ബാല്യകാലത്തെക്കുറിച്ച് ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്പലത്തിൽ പോകുമായിരുന്നു അമ്മയോടൊപ്പം. ചെറിയൊരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്നു. അത് പോകുന്ന എങ്ങനെയാണ്? പടി എണ്ണി കയറും നേരം ഓരോ പടിയും എണ്ണി എണ്ണി ഒരു കുസൃതരം കാണിച്ചുകൊണ്ടാണ് ചെറുപ്പത്തിലെ അമ്മയോടൊപ്പം അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് പറയും, കുഞ്ഞു കയ്യെങ്കിൽ കരിവള, കാപ്പാകുമെന്നമ്മ ചൊന്നകാലം. കാപ്പ് എന്ന് പറഞ്ഞ സ്വർണം. നല്ല രീതിയിൽ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കരിവളയെല്ലാം തന്നെ സ്വർണമായി മാറുമെന്നാണ് അമ്മ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഈശ്വര ചിന്തയുണ്ടെങ്കിൽ നമുക്ക് നല്ല കാലം വരും എന്നുള്ളൊരു പാഠം ആദ്യമേ തന്നെ ചെറുപ്പത്തിലെ തന്നെ അമ്മ പഠിപ്പിച്ചിരുന്നു. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം,
പിന്നീട് സ്കൂളിലത്തെ ഓർമ്മകളാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. ഇന്നത്തെ പോലെ ബാഗൊന്നും തൂക്കിയല്ല പോകുന്നത്, ചെറിയൊരു സഞ്ചിയിലാണ്. ആ പുസ്തക സഞ്ചിയിൽ പുസ്തകങ്ങൾ മാത്രമായിരുന്നില്ല, നല്ല നെല്ലിക്കയും അതുപോലെ തന്നെ പച്ചപ്പുളിയും എല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആരും കാണാതെ, ടീച്ചർമാരൊന്നും കാണാതെ ഇരുന്ന് കഴിക്കാനായിട്ട്. ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ച് ആരോടും കൂടി നടന്ന കാലം. ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും നിറഞ്ഞ സ്നേഹം മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ ബാല്യകാലം. എന്തൊരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് അതെല്ലാം തന്നെ എന്ന് ആ എഴുത്തുകാരി ഓർക്കുകയാണ്. അക്കാലം പൂക്കളം തീർത്തത് ഓർക്കുന്നു ഞാൻ, നിശ്ചയം അമ്മയോടൊത്തു തന്നെ. ഓണക്കാലമാകുമ്പോഴേക്കും വലിയൊരു സന്തോഷമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. കർക്കിടകത്തിന്റെ വറുതിക്ക് ശേഷമാണ് ചിങ്ങമാസം വരുന്നത്, അല്ലെ? ആ ചിങ്ങമാസത്തിൽ പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ആ സമയത്ത് പൂക്കളം തീർക്കുമായിരുന്നു. ആരോടൊപ്പം ഇരുന്നായിരുന്നു പൂക്കളം തീർത്തുകൊണ്ടിരുന്നത്? അമ്മയോടൊപ്പമാണ്. അതെനിക്ക് നിശ്ചയം, എനിക്ക് ഉറപ്പാണ്, എൻ്റെ അമ്മയോടൊപ്പം തന്നെയാണ് എപ്പോഴും ഞാൻ പൂക്കളം തീർക്കാറുള്ളതെന്ന് എഴുത്തുകാരി ഓർക്കുകയാണ്. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. അമ്മയെ ഇവിടെ തുമ്പയായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഓണത്തിന് നമുക്കറിയാം, പൂക്കളം ഇടുമ്പോൾ നടുക്ക് വരുന്ന തുമ്പപ്പൂവാണ്. ഏറ്റവും വിശുദ്ധിയുള്ള, ഏറ്റവും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന പൂവെന്ന് പറയുന്ന തുമ്പപ്പൂവാണ്. ആ തുമ്പപ്പൂ പോലെ തന്നെയായിരുന്നു തൻ്റെ അമ്മയും എന്ന് പറയണം. അത്രയും പ്രാധാന്യം അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുത്തുകാർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ കുടുംബത്തിലെ ഏറ്റവും ഐശ്വര്യത്തോടു കൂടി, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തിളങ്ങി വിളങ്ങി നിന്നത് തൻ്റെ അമ്മയായിരുന്നു എന്ന് എഴുത്തുകാരി ഓർക്കുകയാണ്. ആദ്യ ഭാഗത്ത് ബാല്യകാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണെങ്കിൽ, പിന്നീട് കൗമാര കാലഘട്ടത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് കവയിത്രി പങ്കുവയ്ക്കുന്നത്. ആകുല ചിന്തകൾ 1000 കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നീർത്തി, തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി. ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീജി പോൽ ആപത്തായി മാറും കാലം. ബാല്യകാലത്തിൽ എല്ലാവരോടും നിറഞ്ഞ സ്നേഹമാണ്, എപ്പോഴും കളിയും ചിരിയും ബഹളമാണ്. പക്ഷേ ആകുലതകളുടെയും ആപത്തുകളുടെയും ഒരു കാലമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ശിരസിൽ കുന്തങ്ങൾ പോലെ ആഴ്ന്നിറങ്ങുന്ന അനേകം ചിന്തകളുള്ള കാലം. തീരാത്ത പകയും അതുപോലെ തന്നെ തിളയ്ക്കുന്ന സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുമായിട്ട് ആരോടും ചേരാനാവാതെ വൈദ്യുത പ്രവാഹങ്ങൾ പോലെ ചിന്തകൾ ആപത്തായി മാറുന്ന കാലമാണ്. എന്താണ് വൈദ്യുത പ്രവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷോക്ക് അടിക്കും, അല്ലേ? ഇപ്പോൾ ഈ ഒരു കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറിച്ചു പോകും. അതുപോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു മനസ്സാണ് ആ കൗമാര കാലഘട്ടത്തിലുള്ളത്. എപ്പോഴെങ്ങനെയാണ് വികാരങ്ങൾ വരുന്നതെന്ന് ഒരിക്കലും പറയാത്തൊരു കാര്യം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു കാലമാണെങ്കിൽ ടീനേജ് പ്രായമാണ്, നിങ്ങളും അതുപോലെയാണ്. പക്ഷെ ആ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൗമാര കാലഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഉറുബലായിട്ട് നിൽക്കുന്നൊക്കെ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടാണ് ഇവിടെ എഴുത്തുകാരി വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈദ്യുത വീജി പോലെ ആപത്തായി, കറണ്ട് അടിക്കുന്ന പോലെ, ഷോക്ക് ഏൽക്കുന്നത് പോലെയുള്ളൊരു കാലഘട്ടമാണ്, ചിന്തകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിൽ ആർക്കും കാലം. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങ് ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. ബാല്യത്തിനും കൗമാരത്തിനും ശേഷം യൗവന കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. യൗവന കാലഘട്ടത്തിലെ ഒരുപാട് കാട് കാണിച്ചും കാട്ടുതേനൂട്ടിയും രസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്ന, ഒരുപാട് സുഖങ്ങളൊക്കെ കിട്ടുന്ന, ഓരോ കാര്യങ്ങളെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ എത്രയൊക്കെ നേടിക്കഴിഞ്ഞാലും പിന്നെയും പിന്നെയും നേടണമെന്നുള്ള, അതാണ് പറയുന്നത്, രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിൽ ആർക്കും കാലം. എന്ത് നേടിയാലും മതിയാവാതെ പിന്നെയും പിന്നെയും നേടണം എന്നുള്ള ചിന്തയാണ്. വലിയ തിരക്കുള്ള ഒരു കാലഘട്ടമാണ്. ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാതെ പണത്തിനു പിന്നാലെ പായുന്ന, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പായുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യൗവന കാലഘട്ടം എന്ന് എഴുത്തുകാരി പറയുകയാണ്. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എന്താണ്, ഓണവും അതുപോലെ തന്നെ പൂവും അല്ലെങ്കിൽ നാടും സംസ്കാരവും എല്ലാം മറക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ കാണാനായിട്ട് കഴിയും. അത് തന്നെ വല്ലാതെ ഖിന്നിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ വിജയലക്ഷ്മി പറയുന്നത്. സമൂഹത്തിന്റെ ഒരു മാറ്റമാണ്, അല്ലേ? പണ്ട് നമ്മുടെ സംസ്കാരം, ഓണം, വിഷു എന്നൊക്കെ പറയുന്നത് വല്ലാത്ത രീതിയിൽ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ നാടിനെയും സംസ്കാരത്തെയും ഓണത്തെയും എല്ലാം തന്നെ മറന്നുകൊണ്ടാണ് പുതുതലമുറ ജീവിക്കുന്നത്. അതിൽ വല്ലാതെ വേദനയുണ്ടെന്ന് കൂടി എഴുത്തുകാർ ഇവിടെ പറയുകയാണ്. കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമുക്ക് ഈ കവിതയിൽ കാണാനായിട്ട് കഴിയും. ഓണവും പൂക്കളും മറന്ന് ആ മലയാള നാട് കവയിത്രിയിൽ ഉണ്ടാക്കുന്ന വേദന വളരെ വലുതു തന്നെയാണ്. അടുത്ത വരിയിലേക്ക് നോക്കാം.
ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ, കൂടുപോൽ കൊച്ചു വീടെത്ര, പൂവെങ്ങു പിന്നെ, ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക കാറ്റും മഴയും കൊടി ചുരുക്കി, താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ, വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദ വേഭതുവാർന്ന മുഖം സ്മരിപ്പു, എന്തിനു പൂക്കളം എന്തിനു മീതയാണ് അമ്മുഖം സ്നേഹമായി ഉജ്ജ്വലിക്കെ. ഇത്തിരി മണ്ണില്ലാതെ, ഇത്തിരി മണ്ണ് പോലും ഇല്ലാത്ത പാവപ്പെട്ട ദരിദ്ര ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. കൂടുപോൽ കൊച്ചു വീടെത്ര, ചെറിയൊരു ഷെഡൊക്കെയാണ്, ചെറിയ രീതിയിലുള്ള ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവര് ഒരു വശത്ത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ഓണം അല്ലേ, പട്ടിണിയും ദാരിദ്ര്യമുള്ള സമയത്ത് ഇതൊന്നും ഒരിക്കലും അവരുടെ മനസ്സിലേക്ക് വരില്ല. അതൊരു വിഭാഗം, എല്ലാ രീതിയിലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗത്തില്. ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക കാറ്റും മഴയും കൊടി ചുരുക്കി. മറ്റൊരു വിഭാഗം എവിടെയാണ് താമസിക്കുന്നത്? ഫ്ളാറ്റിലാണ്. ഫ്ളാറ്റിന്റെ ആ ബാൽക്കണി തുഞ്ചത്താണ്. നാഗരികതയുടെ ഒരു പ്രതീകമായിട്ടുള്ളവരാണ് അവര്. അവരെ സംബന്ധിച്ച് ഓണം, അതുപോലെ പൂക്കളം, ഇതൊന്നും വലിയ പ്രാധാന്യം അർഹിക്കുന്നതല്ല. താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ, ബാൽക്കണി തുഞ്ചത്ത് കർക്കടക കാറ്റും മഴയും കൊടി ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഫ്ലാറ്റ് സംസ്കാരം, ഒന്നോ രണ്ടോ മുറിയില് പ്രകൃതിയോട് ഇണങ്ങിയല്ല ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ ബാൽക്കണി തുഞ്ചത്തിരുന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ വളരെ ചെറുത് മാത്രമാണ്. അവിടെ അവരെ സംബന്ധിച്ച് കർക്കടകത്തിന്റെ ആ വരുന്ന മഴയോ ഓണത്തിന്റെ വിശുദ്ധിയോ ചിങ്ങമാസത്തിന്റെ വരവോ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. അവർക്ക് ആ ബാൽക്കണിയുടെ ആ ഭാഗത്ത് ഇരുന്ന് കാണാൻ കഴിയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ചില കാഴ്ചകൾ അത്രയും ചുരുങ്ങി പോകുന്ന ഒരു രീതിയാണ്. അവർ സംസ്കാരത്തിൽ നിന്നൊക്കെ മാറുന്നുകൊണ്ട് വേറൊരു ജീവിത ശൈലിയാണ് പിന്തുടരുന്നത് എന്നുള്ളൊരു വിമർശനം നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നോക്കുമ്പോൾ, താഴെ നിന്ന് നോക്കുമ്പോൾ തനിക്ക് ചെറിയൊരു എന്തിനെ കാണാൻ കഴിയും? തുമ്പയെ കാണാനായിട്ട് കഴിയുമെന്ന് പറയാണ്. അത്രയും ഉയരത്തു നിന്നാണ് വരുന്നത്. അപ്പൊ ചെറിയൊരു തുമ്പയുടെ ഒരു ചെടി നിൽക്കുന്നത് കാണാം. പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ, വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദ വേഭതുവാർന്ന് മുഖം സ്മരിപ്പു. അങ്ങനെ നോക്കുന്ന സമയത്ത്, തുമ്പേനെ കാണുന്ന സമയത്ത് തൻ്റെ അമ്മയാണ് തൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതെന്ന്, അല്ലെങ്കിൽ ഓടിയെത്തുന്നതെന്ന് എഴുത്തുകാരി ഓർക്കുന്നു. എന്തിനു പൂക്കളം എന്തിലും മീതയാണ് അമ്മുഖം സ്നേഹമായി ഉജ്ജ്വലിക്കെ. തനിക്കിപ്പോ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് എഴുത്തുകാരി അല്ലേ. അതുകൊണ്ട് തന്നെ പഴയ ഗ്രാമീണ വിശുദ്ധിയും ഒന്നുമില്ല. ഓണത്തിനെ അങ്ങനെ വലിയ രീതിയിൽ വരവേൽക്കുന്നില്ല. തുമ്പപ്പൂവിനെ കാണാനായിട്ട് പോലും കിട്ടുന്നില്ല. ഓണപ്പൂ വിടാറില്ല. പക്ഷെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര പൂക്കളം ഇട്ടില്ലെങ്കിലും എന്ത് ആഘോഷിച്ചില്ലെങ്കിലും എൻ്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ പിന്നെ ഇതെന്തൊക്കെ വേണോ എന്നുള്ളൊരു കാര്യമാണ്. അത്രയും അമ്മയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് എഴുത്തുകാരി. അമ്മയുടെ മുഖം, ആ ഓർമ്മ ആ മനസ്സിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിനും പൂക്കൾക്കും ഒന്നും തന്നെ വലിയ വില ഇവിടെ കൽപ്പിക്കുന്നില്ല. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും, മാലറ്റുപോകും വരും വർഷം അക്ഷയശ്രീയാം വലതുകാൽ വച്ചു കയറും. മാലറ്റുപോവുക, മാലെന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും. ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അടുത്ത ഓണപ്പുലർച്ചയില് എൻ്റെ മനസ്സിന്റെ സങ്കടമൊക്കെ മാറ്റിക്കൊണ്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരും. മാലറ്റുപോകും, അതോടുകൂടി എൻ്റെ സങ്കടം പോവുകയാണ്. വരും വർഷം നല്ലൊരു അക്ഷയം, നല്ല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യവും എല്ലാം വലതുകാൽ വെച്ച് തൻ്റെ വീട്ടിലേക്ക് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ എഴുത്തുകാരിക്കുള്ളത്. അറിവും സ്നേഹവും ഈശ്വര ചൈതന്യവും നിറച്ചുകൊണ്ട് ജീവിതത്തിലെ ഐശ്വര്യവും പ്രത്യാശയും പകർന്നുകൊണ്ട് പുതുവർഷം ഏറ്റവും മികച്ചതാകുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് എഴുത്തുകാരി തൻ്റെ കവിത അവസാനിപ്പിക്കുന്നത്. പോയിപ്പോയ കാലത്തിന്റെ പലതരം സ്മരണകളാണ് ഇവിടെ കവയിത്രിയിൽ ഉണർത്തുന്നത്. ആരോടും വഴക്കില്ലാതെ നടന്ന ബാല്യകാലത്തെ പറ്റിയും അതുപോലെ യൗവനത്തെ പറ്റിയും കൗമാരത്തെ പറ്റിയും എല്ലാം തന്നെ അവർ വിശദീകരിക്കുന്നു. ചെറുപ്പത്തില് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയതും അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതും ഓണം ആഘോഷിച്ചതും പൂക്കളമിട്ടതും തുമ്പപ്പൂ പോലെ തന്നെയാണ് തൻ്റെ അമ്മ എന്നും എല്ലാം തന്നെ ഇവിടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. അതുപോലെ അടുത്തൊരു വർഷം നല്ലൊരു ശുഭപ്രതീക്ഷയോടുകൂടി അമ്മ എൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ ഐശ്വര്യം ഉണ്ടാകുമെന്നും നല്ലൊരു നാളെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടിയാണ് എഴുത്തുകാരി കവിത അവസാനിപ്പിക്കുന്നത്. നാഗരികതയെക്കുറിച്ചുള്ള ഒരല്പം അസംതൃപ്തി ഉണ്ടെങ്കിൽ തന്നെയും അമ്മയെക്കുറിച്ചും ഗ്രാമീണതയെക്കുറിച്ചും തുമ്പപ്പൂവിനെ കുറിച്ചും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഈ കവിതയിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ പാഠഭാഗത്തിലെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പം എന്നെ അമ്മയും തുമ്പ പോലെ, ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്, ശരിക്കും അമ്മയെ തുമ്പപ്പൂവായിട്ടാണ് സങ്കല്പിക്കുന്നത്. എപ്പോഴും മാവേലി തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് തുമ്പപ്പൂവിന്, ഏറ്റവും പ്രാധാന്യം നിനക്കായിരിക്കുമെന്ന്.
തുമ്പപ്പൂവിനെ കാണാനായിട്ട് വലിയ ഭംഗിയില്ല, വലിപ്പമില്ല, അതുപോലെ തന്നെ നിറവുമില്ല. പക്ഷേ എപ്പോഴും ഓണത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് തുമ്പപ്പൂവിനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ്. എത്ര ചെറുപ്പമുള്ളവരെ, എത്ര ചെറിയവരെ ആണെങ്കിൽ തന്നെയും അത്രയും വലിയ വിശാലമായ മനസ്സോടുകൂടി നമ്മൾ കാണണം. അതുപോലെ മാറ്റി നിർത്തരുത് എന്നുള്ള ഒരു അർത്ഥമാണ് തുമ്പപ്പൂവിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയായിട്ടുള്ള വിജയലക്ഷ്മിയുടെ കവിതകൾ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ ഒരു കവിതയാണ് പുതുവർഷം എന്ന് പറഞ്ഞ കവിത. പലപ്പോഴും കവിയത്രി എന്ന് എല്ലാവരും പറയാറുണ്ട്. കവിയത്രി എന്നുള്ള വാക്ക് തെറ്റാണ്, കവയിത്രി എന്ന് തന്നെ വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. പൂക്കളത്തിലെ തുമ്പപ്പൂവിനോട് അമ്മയെ ശരിക്കും സാദൃശ്യപ്പെടുത്തുകയാണ് ഇവിടെ കവയിത്രി. തുമ്പപ്പൂവിന്റെ നൈർമല്യവും ഐശ്വര്യവും കവയിത്രി അമ്മയിൽ കാണുന്നു. മുറ്റത്തിന് ഐശ്വര്യം നൽകുന്ന പൂക്കളത്തിൽ തുമ്പ ശോഭിക്കുന്നത് പോലെ വീടിന് വിളക്കായി ഐശ്വര്യമായിട്ട് അമ്മ ശോഭിക്കുന്നു എന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. തുമ്പപ്പൂവിന്റെ പവിത്രത, വെണ്മ, സ്വത്വഗുണം ഇതെല്ലാം തന്നെ അമ്മയിലുമുണ്ട്. അമ്മയുടെ പരിശുദ്ധമായിട്ടുള്ള ജീവിതമാണ് കവയിത്രിയുടെ ജീവിതത്തിന് ഐശ്വര്യം പകർന്നു നൽകുന്നത്. തുമ്പപ്പൂവിന്റെ ഗുണഗണങ്ങളിലേക്കും സവിശേഷതകളിലേക്കും അമ്മയെ ചേർത്തു നിർത്തുന്നുണ്ട് ഈ ഒരു കവിതാഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓണവും പൂവും മറന്ന് മലയാള നാടിങ്ങ് ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. കവയിത്രിയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാം ആവാം? നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ആദ്യം പറഞ്ഞതുപോലെ. അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. കാലം പരിസ്ഥിതിയിൽ ഏറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. കൂടുപോലെ തൊട്ടടുത്തുള്ള കൊച്ചു വീടുകളും ഫ്ളാറ്റുകളും ധാരാളമായിട്ട് നിൽക്കുന്നു. അതുപോലെ സമൃദ്ധമായിട്ട് പൂക്കൾ വിരിഞ്ഞിരുന്ന പുൽമേടുകളും കുന്നിൻപുറങ്ങളും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നാട്ടുപൂക്കൾ പലതും അപ്രത്യക്ഷമായി. ഫ്ളാറ്റിന്റെ ഇത്തിരി വട്ടത്തിലേക്ക് മലയാളി ചുരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ മലയാളിയുടെ സങ്കല്പം ചെറിയ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓണവും മറ്റാഘോഷങ്ങളും എല്ലാം തന്നെ വിപണിയുടെ സ്വാധീനത്തിൽപ്പെട്ട് എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ തനത് സംസ്കാരം ഇല്ലാതാകുന്നതിൻ്റെ ഒരു ദുഃഖം ഇവിടെ കവയിത്രി കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, വ്യത്യാസം, നാഗരികത നമ്മുടെ മലയാളി എത്രത്തോളം മാറ്റിമറിക്കുന്നുണ്ട്, സംസ്കാരം അകന്നുകൊണ്ടുണ്ടാവുന്ന ആ ഒരു വേദന, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കവിത തന്നെയാണ് പുതുവർഷം എന്ന് പറഞ്ഞ കവിത. വളരെ എളുപ്പത്തിൽ പഠിച്ച് മാർക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്